ഇപ്പോൾ നിങ്ങൾക്കുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ പാർട്ടി നേതാക്കന്മാരും എങ്ങനെയാണ്? ഇവരാരെങ്കിലും കണ്ടാൽ ഒന്ന് ചിരിക്കാറുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ നേരെ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ജനസമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ അവർ കടുത്ത വാക്കുകളും ചീത്ത വിളിക്കാത്തതും ആ ജനങ്ങളുടെ മാന്യത കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ മഹിമ കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ എൻ്റെ ചെറുപ്പകാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരും അല്ലെ സാധാരണക്കാരായിരുന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം മുതലാളിമാരാണ്. CPM-ൻ്റെ ജനസമ്പർക്ക പരിപാടിയായ ഗൃഹസന്ദർശനം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിന് കുറച്ച് ദിവസങ്ങളും കൂടെ കാണും. അതായത് ഓരോ വീടുകളിലും കയറി ആളുകളുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ജനങ്ങളോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു പരിപാടി CPM കുറച്ച് ദിവസമായിട്ട് നടത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളും കൂടെ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ജനസമ്പർക്ക പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കന്മാർക്കും ഒക്കെ ബാധകമായിട്ടുള്ളൊരു സർക്കുലർ, അതായത് പെരുമാറ്റ ചട്ടം എങ്ങനെ വേണമെന്നുള്ളൊരു സർക്കുലർ ഇന്നലെ പാർട്ടി പുറത്താക്കി. അതിന്ന് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്താണ്? ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പം എങ്ങനെയാണ് പെരുമാറേണ്ടത്, ജനങ്ങൾ എന്തെങ്കിലും തർക്കിച്ചാൽ ആ തർക്കത്തിൽ നിങ്ങൾ ഏർപ്പെടരുത്, അല്ലെങ്കിൽ അവരോട് സൗമ്യമായി സംസാരിക്കണം, അവർ പറയുന്നത് കേൾക്കണം. ജനങ്ങൾ പറയുന്നത് കേൾക്കാനാണ് സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത്. വീടിനകത്ത് കയറി ഇരുന്ന് സംസാരിക്കണം. പിന്നെ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി ചോദിച്ചാൽ പത്മകുമാറിനെതിരെ വേണ്ട സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ ഉള്ളൊരു സർക്കുലർ പെരുമാറ്റച്ചട്ടം ഇന്നലെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഇത്രയും കാലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു പാർട്ടിക്ക് അറിയത്തില്ലേ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ലേ? എനിക്ക് സർക്കുലർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്, അറിയത്തില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയത്? ഇത് കുറച്ചും കൂടെ മുന്നേ ആവണമായിരുന്നു. എങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു ലെവലിലേക്ക് എത്തി? ജനങ്ങളെ നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് തുടർഭരണം കിട്ടിയപ്പോൾ നിങ്ങൾ വളരെ അഹങ്കാരത്തോടെ, നിങ്ങളുടെ ഈ ഏറ്റവും താഴെയുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മേളിയുള്ള നേതാക്കന്മാരുടെ വരെ അഹങ്കാരം 10 ഇരട്ടിയായി. നിങ്ങൾ സാധാരണക്കാരെ, അതായത് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇവിടുത്തെ പൊതുജനം സാധാരണക്കാരെ നിങ്ങൾ മറന്നു. അവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നില്ല. അതുകൊണ്ടാണ് ഈ ജനസമ്പർക്കം എന്നൊരു പരിപാടി നിങ്ങൾ കൊട്ടിഘോഷിച്ച് നടത്തേണ്ട ആവശ്യം വന്നത്. നിങ്ങളിവിടെ നവകേരള സദസ്സ് നടത്തി, നിങ്ങൾ പല പരിപാടികൾ ഇവിടെ നടത്തി, നവകേരളം നടത്തി, നവകേരള സദസ്സ് നടത്തി, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തി. അതിലേക്കൊന്നും പൊതുജനം ഇടിച്ചു കയറിയില്ല. ഇത് പാർട്ടി പ്രവർത്തകർ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയ ആളുകൾ മാത്രമേ അതിലേക്ക് വന്നിട്ടുള്ളൂ. നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ അതിലേക്ക് വന്നിട്ടുള്ളൂ. പൊതുജനം ഇതിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? അത് നിങ്ങൾക്ക് ഈ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അറിയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവർക്ക് ആ നാട്ടിലെ, അവർ പ്രവർത്തിക്കുന്ന നാട്ടിലെ ഒരു കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായമായ വ്യക്തിയെ വരെ വളരെ വ്യക്തിപരമായി അറിയാവുന്ന ആളുകളായിരിക്കും. അവരുമായിട്ട് വളരെ ഓരോ വീടുകളുമായിട്ട്, ഓരോ സ്ഥലത്തെ ഓരോ വീടുകളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ളവരായിരിക്കും ആ നാട്ടിലെ ഈ CPM-ൻ്റെയോ CPI-യുടെയോ പാർട്ടി നേതാക്കൾ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾക്കുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ പാർട്ടി നേതാക്കന്മാരും എങ്ങനെയാണ്? ഇവരാരെങ്കിലും കണ്ടാൽ ഒന്ന് ചിരിക്കാറുണ്ടോ? ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഇളിച്ചു നിന്നിട്ട് കാര്യമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അത് നിങ്ങളൊരു പരിപാടിയായിട്ടല്ല നടത്തേണ്ടത്. നിങ്ങൾ എന്നും നിങ്ങളുടെ ചുമതലയും നിങ്ങളുടെ കടമയാണ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവൻ്റെ ആവശ്യങ്ങൾ കണ്ട് അവനൊപ്പം നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ കടമയായിട്ട് കണ്ടിരുന്ന കാലത്ത് ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് ഈ ഗൃഹസന്ദർശനം നടത്തി വലിയ ആളുകളിലേക്ക് എത്തേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഗൃഹസന്ദർശനം നടത്തിയില്ല എങ്കിൽ പോലും ആ നാട്ടിലെ പാർട്ടി പ്രവർത്തകരെ ആ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പൊതുവേ ചോദിക്കുകയാണ്, ഈ വീഡിയോ കാണുന്നവർ പറയാം, നിങ്ങളുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ ഒന്ന് ചിരിക്കുമോ? ഇവർക്ക് എന്താ ചിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ആൾക്കാരോട് ഒന്ന് ചിരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഇവർ ആരുടെയെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ചിരിക്കുന്നതിന് എന്തെങ്കിലും ടാക്സ് കൊടുക്കണോ? വേണ്ടല്ലോ. നിസ്സാരമായ ഒരാൾ നമ്മൾ ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോൾ ഒന്ന് ചിരിക്കുന്നവരായിരിക്കണം, ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യുന്നവരായിരിക്കണം നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അങ്ങനെയുള്ളവരെ ആക്കാവൂ. പക്ഷേ ഇന്ന് സംഭവിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞ എൻ്റെ ചെറുപ്പകാലത്തുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരും അല്ലെ സാധാരണക്കാരായിരുന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം മുതലാളിമാരാണ്. എല്ലാം നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ, നിങ്ങൾ ഏത് സ്ഥലം എടുത്ത് നോക്കിയോ ആ സ്ഥലങ്ങളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും ആ സ്ഥലങ്ങളിലെ LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും അങ്ങനെ മേലോട്ടുള്ള എല്ലാം ഒരു 90% മുതലാളിമാരായിരിക്കും.
ഇവരൊന്നും ആര് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലത്തേയില്ല. ഇവർക്ക് ആരും സാധാരണക്കാരോട് ഇവർ ചിരിക്കൂല, സാധാരണക്കാരോട് മിണ്ടൂല. ഇവർക്ക് എന്തോ ഒരു ഇതാണ്, ഒരു തലക്കനമുള്ള ആൾക്കാരാണ് ഇപ്പോൾ പൊതുവേ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവർ. അതുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയത്. അതുകൊണ്ടാണ് സാധാരണക്കാരിൽ നിന്ന് അകന്നു പോയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അകന്നു പോയത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അകന്നു പോകുന്നെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ജനസമ്പർക്ക പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങിയത്. നിങ്ങൾ പറഞ്ഞു ഓരോ വീടുകളിലും ചെന്ന് വീടിനകത്ത് കയറി ഇരുന്ന് സംസാരിക്കണമെന്ന്. വീട്ടിനകത്ത് കയറ്റണോ വേട്ടണ്ടേ എന്നുള്ളത് ആ വീട്ടുകാരാണ് തീരുമാനിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? വീട്ടിനകത്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആ വീട്ടിലെ ആളുകളോട് ഒരു മുൻ ബന്ധം ഉണ്ടെങ്കിലേ കയറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ പാർട്ടിക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ വീട് തുറന്നും കയറ്റത്തൊന്നുമില്ല. മുൻപേ ഒരു ബന്ധം വേണം. അതായത് നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ആൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് ആ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾ നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഉള്ള പെരുമാറ്റം. ഇവർ മറ്റേ കാറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇവരാരെ കണ്ടാൽ ചിരിക്കൂല, ഇവർ ഞങ്ങളെന്തോ വലിയ ആൾക്കാരാണെന്നുള്ള ലെവലിൽ നിന്ന് ആരും മൈൻഡ് ചെയ്യൂല. ആ കാലമൊക്കെ കഴിഞ്ഞു. പോയി പണി നോക്കാൻ പറയും, പോയി പണി നോക്കണമെന്ന് പറയും. അതാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജനങ്ങളിലോടുള്ള സ്വാധീനം പഴയതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ, അതായത് നിങ്ങളുടെ താഴെ ഘടകം മുതലുള്ള നേതാക്കന്മാരുടെ പെരുമാറ്റം നിങ്ങൾ ആദ്യം മാറ്റണം. മേളിയിരിക്കുന്നവരുടെ പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര ധാർഷ്ട്യത്തോടെയാണ്, എത്ര അഹങ്കാരത്തോടെയാണ് പൊതുജനങ്ങളെ കാണുന്നതും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വിട്, നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ. ഈ താഴേക്കിടയിലുള്ള നേതാക്കന്മാരെങ്കിലും ജനങ്ങളോട് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യുക. ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ കാണിക്കുന്ന അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടന്നാലുണ്ടല്ലോ, മൈൻഡ് പോലും ചെയ്യൂല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഈ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എന്തെങ്കിലും ഒക്കെ ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൂടെ നിർത്തുന്ന കാലം കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. വിരട്ടലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓരോ കൊച്ചുകുട്ടി വരെ പറയും ഓടാ കൊല്ലേന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു ലെവലിൽ നാട്ടിലെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങുമ്പം ഈ പെരുമാറ്റച്ചട്ടം, ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് സർക്കുലർ ഇറക്കേണ്ട അവസ്ഥ ഒരു പാർട്ടിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ നേതാക്കന്മാർക്ക് ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അറിയത്തില്ല, അതാണ് സത്യവും. ജനങ്ങളോട് അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഭരിക്കുന്ന ആളുകളിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരെ മാത്രമേ ഇനി വന്ന കാലത്ത് ജനങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾ ഇത്ര വർഷങ്ങളായിട്ടുള്ള പാർട്ടിയാണ്, ഞങ്ങൾ പഴയ പാർട്ടിയാണ്, ഞങ്ങളുടെ സ്വാധീനം ഒന്നുമില്ല. അത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും അത്. ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ജനസമ്പർക്ക പരിപാടിയും വെറും ഒരു കണ്ണിപ്പൊടിയിടലാണ് എന്നുണ്ടെങ്കിൽ ഇനിയും തോൽവി ഏറ്റുവാങ്ങും. 100% ഉറപ്പ്. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നും കൂടെ പറയാം. മിനിമം നിങ്ങളുടെ ലോക്കൽ നേതാക്കന്മാരോട് സാധാരണക്കാരനെ ഒന്ന് നോക്കി ചിരിക്കാനെങ്കിലും പറയുക. അവരുടെ സുഖവിവരങ്ങളൊന്ന് അന്വേഷിക്കാൻ പറയുക. ഇതൊന്നും അന്വേഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നേരെ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ജനസമ്പർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ കടുത്ത വാക്കുകളും ചീത്ത വിളിക്കാത്തതും ആ ജനങ്ങളുടെ മാന്യത കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ മഹിമ കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുക.